നമ്മളീ ഒരു പുതിയ കൊല്ലായി കണ്ട് ഈ കുടിമ്പലേക്ക് ഒഴിവാക്കുക എന്നുള്ളത് പറഞ്ഞാണ്ട് നിങ്ങൾ എന്ത് പരിപാടിയൊക്കെ എന്നാ പിന്നെ വിളിച്ചപ്പോ തന്നെ ചാടി പോരേണ്ട ആവശ്യം പോരും മാന്യതയാണത്. അതിന് നമ്മൾ വന്നേക്കണാണെങ്കിലോ ഈ കാട്ടില് എടാ ഇവിടെ ഇരുന്നിട്ട് അടിക്കുന്നതിന്റെ ഒരു സുഖം, ഒരു വൈബ് അത് വേറെ എവിടെങ്കിലും കിട്ടും? അതില്ല. അത്രേ ഉള്ളൂ. നിങ്ങളെ ഇവിടെ സെറ്റാക്ക്, ഞാനൊന്ന് मुझे तुमसे प्यार था, मुझे तुमसे प्यार था. പാമ്പ് കൊത്തി. നോക്കട്ടെ, പാമ്പാണെന്ന് ഉറപ്പാണോ? എടാ കയറിയിട്ട് കെട്ടെ. കയറ് വേണ്ട, ഒരു കുത്തും കൂടെ നമുക്ക് വലിച്ചെടുക്കാം. ആദ്യം കയറിയിട്ട് കെട്ടാ നമ്മള്. അത് വല്ല ചേരെന്തെങ്കിലും ആവും. കണ്ടിട്ട് ഇതുപോലെ തോന്നി, ചുരുട്ട് പോലെ. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാ, അതിന്റെ ഇടയ്ക്ക് ഇതൊന്ന് കെട്ടിക്കാണ് മുറുക്കി വെക്കുക. ആളുടെ കാലിൻ്റെ നീരൊക്കെ നല്ലോണം കൂടുന്നുണ്ട്. കടിച്ചത് ചുറ്റന്നെ ആണെങ്കിൽ ഈ രക്തം കെട്ടിവെക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കിഡ്നിക്ക് ഡാമേജ് ഡയാലിസിലൊക്കെ പോയേക്കാം. ഡയാലിസിസോ? സാർ എന്താ പറയുക, പാമ്പ് കടിച്ചിന് ഡയാലിസിസ് ഒക്കെ ചെയ്യണോ? ഇതൊക്കെ നമ്മൾ കുറെ കണ്ടാണ് പാമ്പിനൊക്കെ. സാറേ, ഉള്ളിലുള്ള എൻ്റെ മോനാണ്, എന്താണോ ചെയ്യാനുള്ളത് ചെയ്തോളി. ഇപ്പൊ കണ്ടില്ലേ, ആൾ ഉഷാറായില്ലേ? ഈ ചുരുട്ട് അത്ര ചില്ലറ പാമ്പൊന്നും അല്ല. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് 30% ആൾക്കാർക്ക് രക്തം കട്ടിവെക്കാതിരിക്കാനുള്ള അവസ്ഥ വന്നേക്കാം. അപ്പോൾ ഈ രക്തം ഛർദ്ദിക്കാനൊക്കെ സാധ്യത. പിന്നെ ഈ കിഡ്നിക്ക് ഡാമേജ് വന്നാൽ ഡയാലിസിസ് വരെയൊക്കെ പോയേക്കാം. അതിനും വേറെ പുതിയ നൂതന ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉണ്ട്. പിന്നെ അവസാനം പറയാനുള്ളത് നമ്മുടെ മറുമരുന്നുണ്ടല്ലോ, അത് ഈ ചുരുട്ടേനെ കവർ ചെയ്യുന്നു.